ശ്രീകല. എൻ്റെ പേര് ഉഷ. മല്ലപ്പള്ളി എന്നാ വരുന്നത്. മല്ലപ്പള്ളി 4 വർഷമായിട്ട് 4 വർഷമായിട്ട് പൊങ്കാല ഇടാൻ വരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ 10 മണിക്ക് കയറിയിട്ട് ഞങ്ങൾ ഇന്നലെ 3:45 ആയി തിരിച്ചിറങ്ങി വന്നപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടി. നമ്മളിവിടെ സാധനങ്ങൾ ഇവിടെ വെച്ച് നമ്മളിവിടെ വൈകിട്ട് ഇവിടെ കിടക്കുക. കിടന്നിട്ട് നാളെ 9:15 പൊങ്കാല ഇടും. ഇട്ടിട്ട് ഞങ്ങൾ 2 മണിയാകുമ്പോൾ ഇവിടുന്ന് തിരിച്ച് മല്ലപ്പള്ളിക്ക് പോകും. പൊങ്കാല പായസം നാളെ ഇടുക. നാളെ ഇവിടെ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ അതിൻ്റെ വീതം കുറേശ്ശെ കൊടുക്കും. ബാക്കി വീട്ടിലേക്ക് കൊണ്ടുപോകും എല്ലാവർക്കും കൊടുക്കാൻ. 4 വർഷമായിട്ട് ഞങ്ങളിവിടെ വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമായിട്ടാണ്. സന്തോഷം. ഇഷ്ടിക, പിന്നെ പൂക്കൾ, ദേവിക്ക് ചാർത്താനുള്ള പട്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. കുഴപ്പമില്ല. ഇഷ്ടിക വന്നിട്ട് റേറ്റ് 50 രൂപ 3 എണ്ണത്തിന്. കമ്മിയാണ്, ഒരുപാട് റേറ്റൊന്നുമില്ല. അതുപോലെ മാലയാണെങ്കിലൊക്കെ എന്താണ്, മാല എല്ലാം കമ്മി വിലയാണ്. നമുക്ക് പറ്റുന്ന വില തന്നെയാണ്, കുഴപ്പമില്ലാതെ എടുക്കണം. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആൾക്കാർ തന്നെയാണ്. അത് നമുക്കും ഒരു സന്തോഷം തന്നെയുള്ള കാര്യമാണല്ലോ. കഴിഞ്ഞ വർഷത്തെക്കാളും ഓരോ വർഷം തോറും നമുക്ക് ആൾ കൂടുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. നമുക്ക് കച്ചവടം നടത്തുന്നതിനേക്കാളും നമുക്ക് ആൾ വരുന്നതുണ്ടല്ലോ, നമ്മുടെ കടയ്ക്ക് വാങ്ങാനായിട്ട് വരുന്നതിന് സന്തോഷമാണ് ഇവിടെ വരുന്നതിന്. കുഴപ്പമില്ല. അത് മാന്യമായ റേറ്റ് ആയത് കാരണം കൊണ്ടാണ് ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത്. പൂക്കളാണെങ്കിലും എല്ലാം അതായത് തന്നെയാണ് സന്തോഷം. ഇത് ദേവിക്ക് ചാർത്താനുള്ള മാല 50 രൂപയാണ്. ഇത് വന്നിട്ട് നമ്മൾ പൊങ്കൽ ചട്ടിയിൽ ചുറ്റാനുള്ള ഇതാണ്, മാലയാണ്. അത് വന്നിട്ട് റേറ്റ് 30 രൂപ. പിന്നെ ഇതും അതുപോലെ ചാർത്താനുള്ള മാല 50 രൂപ. പിന്നെ പഴമൊക്കെ നമുക്ക് കമ്മി തന്നെയല്ലേ ഉള്ളത്, വേറെ തന്നെ. നമസ്കാരം, എൻ്റെ പേര് രാമചന്ദ്രൻ, അരുമാനൂർ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാലയോടനുബന്ധിച്ച് ഞാനിന്നിവിടെ വാഴയില, വയണയില, കൊതുമ്പ് എന്നിവ വിൽക്കുവാനായിട്ട് നിൽക്കുകയാണ്. ഒരു കെട്ട് കൊതുമ്പിൻ്റെ വില വന്നിട്ട് 100 രൂപയാണ്. ഇത് ഒരു കെട്ട് 100 രൂപയാണ് ഇതിൻ്റെ വില. ആൾക്കാർ ഒത്തിരി വാങ്ങിച്ചു പോകുന്നുണ്ട്. വയണയില കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് വെച്ചിട്ടല്ല. ആൾക്കാർ ചോദിക്കുമ്പോൾ 10 രൂപയ്ക്കാണെങ്കിൽ 10 രൂപയ്ക്ക്, 20 രൂപയ്ക്കാണെങ്കിൽ 20 രൂപയ്ക്കെങ്കിൽ അങ്ങനെ കുറേശ്ശെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വന്നിട്ട് വാഴയില ഒരെണ്ണം വന്നിട്ട് 5 രൂപയാണ്. ആൾക്കാർ ഇഷ്ടംപോലെ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഞാനിന്നിവിടെ ഉച്ചയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഈ ഭാഗത്ത് പോലും നിൽക്കുവാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇവിടെ നല്ല തിരക്കായിരുന്നു. ഈ ഭാഗത്തൊക്കെ ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് ഞാനിവിടെ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് വന്നെത്തിയിട്ടുള്ളത്. ഇപ്രാവശ്യം ഭയങ്കര ജനത്തിരക്കാണ്. അത് നമ്മൾ നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. എല്ലാവരും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
എൻ്റെ പേര് ജയശ്രീ. ഞങ്ങൾ ഗുരുവായൂർ അടുത്തു നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഇന്നലെ 8 വർഷമായി വരുന്നു. ആ രാവിലെ വന്നു. പുലർച്ചയ്ക്ക് എത്തി. ആ കുഴപ്പമില്ല, നല്ല തിരക്കായിരുന്നു. നല്ല തിക്കും തിരക്കാണ്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ പത്മനാഭ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ തൊഴുതു. പിന്നെ വൈകിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. ഇനി നാളെ പുലർച്ചെ ഈ അമ്പലത്തിൽ കയറിയിട്ട് തൊഴണം. വരുന്നുണ്ട്. നല്ലോണം കിട്ടിയിട്ടുണ്ട്. അത് കാരണം തന്നെയാണ് ഈ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങോട്ട് വരുന്നത്. ഒരു 50 ആൾക്കാർ വന്നിട്ടുണ്ട്. സഹിച്ചിട്ട് തന്നെ നിന്നിരുന്നു. അവിടെ ഓടി വന്നിട്ട് ഞങ്ങളൊരു 12 മണിക്ക് ശേഷം എനിക്ക് കുളിക്കും, എന്നിട്ട് അമ്പലത്തിൽ തൊഴാൻ പോവും, എന്നിട്ട് പിന്നെ പൊങ്കാലയ്ക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങും. ഇത് പായസം. കാലത്തിന് ഇതിന് 100 രൂപ. ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അരി സാധനങ്ങളൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എല്ലാ സാധനങ്ങളും കൊണ്ടുവരും. ഉണ്ടാവട്ടെ. ഉണ്ടാവും തീർച്ചയായിട്ടും.